BJP ബന്ധാരോപണത്തെ തുടർന്ന് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടിയുണ്ടായത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ ക്ഷുഭിതനായി. VN വാസവനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം EP ജയരാജനെതിരെ ഉന്നയിച്ചു. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ EP ജയരാജൻ കണ്ണൂരിലെത്തി. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ പറയാനുള്ളപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു. TP രാമകൃഷ്ണൻ LDF കൺവീനറുടെ ചുമതല വഹിക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അത് സ്ഥിരീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയത് പ്രതികരണം. പിന്നീട് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ EP ജയരാജന് താക്കീത് നൽകുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടപടി ഉണ്ടാകുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കിയിരിക്കുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നുണ്ട്. സജോ, കണ്ണൂരിലെ വസതിയിലാണ് നിലവിൽ EP ജയരാജൻ ഉള്ളത്. അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ? അദ്ദേഹത്തിന് തുടർ പ്രതികരണം വരേണ്ടതുണ്ട്. അത് ഇന്നുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം വച്ച് പ്രതികരിക്കാതിരിക്കാൻ സാധ്യതയുമില്ല. അനുജ, ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ആയിരിക്കും അദ്ദേഹം ഏതെങ്കിലും നിലയ്ക്ക് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാവുക എന്നതാണ് നമ്മൾ കരുതുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതിന് പിന്നാലെ നടപടി ഉറപ്പായി. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗ്ഗമാണ് രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം കീച്ചേരി അരോളിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആകെ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്നത് അദ്ദേഹത്തിൻ്റെ നീരസം പ്രകടമാക്കുന്നതാണ്. കുറച്ച് നാളുകളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ MV ഗോവിന്ദൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ചുമതല എത്തിയതിനു ശേഷം പല ഘട്ടങ്ങളിലായി പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും അമർഷവും നീരസവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പക്ഷേ BJP നേതാക്കളുമായി, പ്രത്യേകിച്ച് പ്രകാശ് ജാവദേക്കറുമായി അടക്കം കൂടിക്കാഴ്ച നടത്തി എന്നത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലാണ്. ഏറ്റവും ഒടുവിൽ അത് നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതിഷേധങ്ങളൊക്കെ പിന്നീട് പാർട്ടി അതിൽ അനുനയത്തിൻ്റെ സമീപനം സ്വീകരിക്കുന്നത് കണ്ടു. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി പ്രധാനപ്പെട്ട ഒന്നായി EP ജയരാജനെതിരായ നടപടി വരും എന്ന് ഏറെക്കുറെ വ്യക്തമായതാണ്. പക്ഷേ ആ നടപടി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും മറ്റും ഫലം കണ്ടില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും മറ്റും പരസ്യമാക്കുന്നത് കണ്ടു. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥ, നവകേരള യാത്ര, അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും അദ്ദേഹം നിസ്സഹകരിക്കുകയോ പല ഘട്ടങ്ങളിലും മാറി നിൽക്കുന്നതും ഒക്കെയായി കണ്ടു. ഒപ്പം സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. അങ്ങനെ പല ഘട്ടങ്ങളിലും അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി പദം പ്രതീക്ഷിച്ചതാണ്. അദ്ദേഹം താരതമ്യേന MV ഗോവിന്ദനേക്കാൾ സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് മേൽ കമ്മിറ്റിയിലേക്കുള്ള പ്രാതിനിധ്യം ഉൾപ്പെടെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഘട്ടം മുതൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ്. അത് പിന്നീട് BJP നേതാവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ റിട്രീറ്റ്സ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായതാണ്. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയാനും വിശദീകരിക്കാനും ശ്രമിച്ചുവെങ്കിൽ കൂടിയും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ച അടക്കം വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ, തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തി എന്ന തുറന്നു പറച്ചിൽ തിരഞ്ഞെടുപ്പ് ദിനത്തിലായിരുന്നു. അതേ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി വോട്ട് ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി EP ജയരാജനെ തള്ളിപ്പറയുന്നതും കണ്ടതാണ്. അന്ന് കടുത്ത പരാമർശങ്ങൾ EP ജയരാജനെതിരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതായത് ശിവനോടൊപ്പം പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്നതടക്കം EP ജയരാജനെതിരായ കടുത്ത വിമർശനങ്ങളും നടത്തുന്നത് കണ്ടു. അദ്ദേഹം പക്ഷേ അതൊരു യാദൃശ്ചിക കൂടിക്കാഴ്ചയാണ് എന്നതൊക്കെ പിന്നീട് ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചു. ആ കാര്യത്തിലടക്കം ഗൂഢാലോചനയാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായി EP ജയരാജനെതിരായ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നൊരു ഘട്ടം കണ്ടു. പലപ്പോഴും അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെയും തള്ളി പറഞ്ഞിരുന്നില്ല. അത് പക്ഷേ ഒരു പ്രതിപക്ഷം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അടക്കം EP ജയരാജൻ്റെ BJP ബാന്ധവം ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ EP ജയരാജനെ ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് നടത്തിയ തുറന്നു പറച്ചിൽ, അദ്ദേഹം പറയുന്നത് അതിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്തതുകൊണ്ടാണ് തുറന്നു പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ അത് പാർട്ടി നേതൃത്വത്തെ ആകെ അമ്പരപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ഏതാണ്ട് ഒരു 7 മണിക്ക് ശേഷം അദ്ദേഹം വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് താൻ
ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി. അതിനു മുൻപ് അദ്ദേഹം നടത്തിയൊരു പരാമർശവും വിവാദമായിരുന്നു. BJPക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ട് പല സ്ഥലങ്ങളിലും എന്നൊരു പരാമർശം നടത്തി. അതിന് പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയെ വല്ലാതെ അമ്പരപ്പിച്ചിരുന്നു. അത് EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ അടക്കമുണ്ടായിരുന്നു. പിന്നീടാണ് മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തെ കൈവിടുന്ന നിലയിലേക്ക് പോയത്. ഒടുവിൽ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. കുറച്ചധികം കാലമായി പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ പാർട്ടി ഒരു അനുനയത്തിൻ്റെ സമീപനം സ്വീകരിച്ചിരുന്നതെങ്കിൽ നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്താതെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ദിനം അദ്ദേഹം നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്കറിയാവുന്നതുപോലെ ഇത് BJPയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് ഇപ്പോൾ EP ജയരാജൻ പുറത്താകുന്നത്. നമുക്കറിയാം എപ്പോഴും കോൺഗ്രസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നൊരു നിലയിലേക്ക് CPIM എത്താറുണ്ട്. അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ആണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു വലിയ വിവാദം. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് പ്രകാശ് ജാവ്ദേക്കർ വീട്ടിലേക്ക് എത്തുന്നു കൂടെ ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയുള്ള തരത്തിൽ BJP നേതാവിൻ്റെ ഭാഗത്തു നിന്നൊന്നും വെളിപ്പെടുത്തൽ. ഇതെല്ലാം ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുമ്പോൾ ഈ ഘട്ടത്തിലുണ്ടാകുന്ന ഈ നടപടി മാതൃകാപരമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിന്റെ പുറകിൽ വളരെ കാലങ്ങളായിട്ടുള്ള പല അതൃപ്തികളും അസംതൃപ്തികളും ഒക്കെ പുകഞ്ഞ് നീർന്നുണ്ടായി. അത് EP ജയരാജന് മാത്രമല്ല, CPM-ലെ മുതിർന്ന നേതാക്കൾക്ക് പലർക്കും പാർട്ടിയുടെ നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും പല നടപടികളിലും വലിയ വിയോജിപ്പും വിപ്രതിപത്തിയുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ ഇങ്ങനെ 4 മന്ത്രിമാരടക്കം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും രണ്ടാം നിര നേതാക്കൾ രാജു അബ്രഹാം, AB അബ്ദുൽ ഖാദർ, അല്ലെങ്കിൽ S ശർമ്മ, പ്രദീപ് കുമാർ ഇവരടക്കം രണ്ടാം നിരയിലുള്ള ഒരുപാട് പേരെയും വെട്ടി നിർത്തിയ സംഭവം നമുക്കറിയാം. ഇതിൽ ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതൃപ്തിയുണ്ട്. അവരോട് അനുഭാവം പുലർത്തുന്ന അനുയായികൾക്കും പാർട്ടി പ്രവർത്തകർക്കും വലിയ അസംതൃപ്തിയുണ്ട്. അത് പല രീതിയിൽ പല ഭാവത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. AK ബാലനും EP ജയരാജനൊക്കെ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇവർ പ്രത്യക്ഷത്തിൽ പിണറായി വിജയനെയും സർക്കാരിനെയും പിന്തുണയ്ക്കുന്നു എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നതെങ്കിലും ഇവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജ് ഒട്ടും ചെറുതല്ല. ഏറ്റവും ഒടുവിൽ ജയരാജൻ നടത്തിയ പ്രതികരണം മാത്രം നോക്കിയാൽ മതി. മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വിൻസെന്റും എൽദോസും രാജിവെക്കട്ടെ, അത് കഴിഞ്ഞാൽ ഉടനെ മുകേഷ് രാജിവെക്കുന്നതാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, എന്താണ് മുകേഷ് നിശ്ചയമായിട്ട് രാജിവെക്കേണ്ടതാണ്. അതേ രാജിവെക്കാത്തതിന്റെ ഒരേ ഒരു കാരണം അല്ലെങ്കിൽ ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റ് രാജിവെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സത്യത്തിൽ മുകേഷിനെ അനുകൂലിക്കുന്നു എന്ന മട്ടിൽ അദ്ദേഹം മുകേഷിനെയും LDF-നെയും CPM-നെയും പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത്. ഇതുപോലെയാണ് അദ്ദേഹം ഈ മാസപ്പടി വിവാദം ഉണ്ടായപ്പോൾ ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം അറിയാതെ ചെയ്തതൊന്നുമല്ല, വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ജയരാജന്റെ ശരിക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ MLA ആകാൻ പറ്റിയില്ല, മന്ത്രിയാകാൻ പറ്റില്ല എന്നുള്ളതിനുപരി കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയ്ക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ ചുമതല ഏൽപ്പിച്ച് വിജയരാഘവനെയാണ്. EP ജയരാജനേക്കാളും വളരെ ജൂനിയറാണ് വിജയരാഘവൻ. അതുപോലെ തന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനത്ത് സെക്രട്ടറി ആകേണ്ടിയിരുന്നത് ജയരാജനായിരുന്നു. ജയരാജനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള MV ഗോവിന്ദനെ ആ ചുമതല ഏൽപ്പിച്ചു. അതും കൂടാതെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഗോവിന്ദനെ ഉൾപ്പെടുത്തി. അവിടെയും ജയരാജനെ തഴഞ്ഞു. അപ്പൊ ജയരാജൻ ആകെ നിരാശാഭരിതനാണ്. അദ്ദേഹത്തിന് സംഘടനാ രംഗത്താവട്ടെ മന്ത്രിസഭയിലാകട്ടെ അർഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയില്ല. ആ അസംതൃപ്തിയാണ് പല രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ജാവ്ദേക്കറെ കണ്ടതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. BJP നേതാക്കളെ കാണാത്ത എത്ര നേതാക്കന്മാർ CPM-ലുണ്ട്? വളരെ അപൂർവം പേരേ ഉള്ളൂ. ഇവരൊക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് തലയിൽ മുണ്ടിട്ടും മുണ്ടിടാതെയൊക്കെ പോയി കാണുന്നവരാണ്. അവിടെ പോയി ആതിഥ്യം സ്വീകരിക്കുന്നവരാണ്, മറിച്ചും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ വലിയ നിര തന്നെ, വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതൊന്നുമല്ല വിഷയം. അത് ഒരു കാരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല BJP-യുമായിട്ട് ചർച്ച ചെയ്തു, അതും തെരഞ്ഞെടുപ്പ് ദിവസം ഇത് സ്ഥിരീകരിച്ചു എന്നുള്ളതാവുമ്പോൾ ആർക്കും പെട്ടെന്ന് അതിന് എതിര് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറിപ്പോൾ പറയാൻ പറ്റുമോ? മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിലാക്കിയതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. മുകേഷ് വിഷയത്തിൽ ധാർമ്മികതയുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പുറത്താക്കിയെന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. അപ്പോൾ BJP ബന്ധം അല്ലെങ്കിൽ BJP നേതാവിന് വീട്ടിൽ വിളിച്ച് ചായ കൊടുത്തു, അല്ലെങ്കിൽ BJP-കാരന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചു എന്നുള്ളത് ഒരു വലിയ പാർലമെന്ററി അവസരവാദവും
വലതുപക്ഷ വ്യതിയാനവുമാക്കി ചിത്രീകരിച്ച് താത്വികവും ദാർശനികവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു പക്ഷേ പലപ്പോഴും നമുക്കറിയാം അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അതുണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പരിരക്ഷ ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന തരത്തിലേക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും കൈവിട്ടു എന്ന് തന്നെയല്ലേ? കാരണം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിലുണ്ടായതെന്ന് നമ്മൾ കേട്ടതാണ് തെരഞ്ഞെടുപ്പ് ദിവസം. എന്നാൽ പ്രതിപക്ഷം വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ്, ചില കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഒത്തുതീർപ്പ് അതിനു വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ് എന്ന തരത്തിലേക്ക്. അതിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെയുണ്ടായി, അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ BJP-യുടെ ഭാഗത്തുനിന്ന് ജാവ്ദേക്കറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കൂടി മധ്യസ്ഥനായിട്ടാണ് ഇദ്ദേഹം അന്ന് വർത്തിച്ചത് എന്ന തരത്തിലേക്കൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് BD സതീശനും ഒക്കെ സുധാകരനൊക്കെ ആ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. K മുരളീധരനും പ്രത്യേകിച്ചുമുണ്ട്. ഞാൻ അതിന്റെ ഒന്നും സാധ്യതകൾ തള്ളിക്കളയുന്നതല്ല. പക്ഷേ EP ജയരാജൻ ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ചുകൊണ്ടൊന്നും അല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പറയുമ്പോൾ ഒരു കാരണമായിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജാവ്ദേക്കറെ കണ്ടതുകൊണ്ടുമല്ല ഇവിടെ മാസപ്പടി കേസ് ഇല്ലാതായത്. അതിനൊക്കെ വേറെ സംവിധാനമുണ്ട്. ഇനി മുഖ്യമന്ത്രിയെ മകളെ രക്ഷിക്കാൻ വേണ്ടി ജാവ്ദേക്കറെ കാണാൻ പാകത്തിനുള്ള ത്യാഗ മനോഭാവമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂറുന്നുള്ള ആളല്ല ജയരാജൻ. അദ്ദേഹത്തിന്റെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമോ അദ്ദേഹത്തിന്റെ മകന്റെ ബിസിനസ് സംബന്ധമായ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത്. അല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടോ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. ശരി, നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ പ്രതികരിച്ചതിന്.